നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്പെസിഫൈയിങ് കൺസ്ട്രെയിന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഒന്നാമത്തെ മോഡ്യൂളിനകത്ത് റിലേഷണൽ മോഡൽ കൺസെപ്റ്റ്സ് കഴിഞ്ഞ് ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് പഠിച്ചില്ലായിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞു പോയായിരുന്നു റിലേഷണൽ ഡേറ്റാബേസിനകത്ത് യൂസ് ചെയ്യുന്ന കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതൊക്കെ ടൈപ്പ് ആണുള്ളതെന്നുള്ളത്. അപ്പോൾ മെയിൻ ആയിട്ട് 4 ടൈപ്പാണ് വരുന്നത്: ഡൊമെയിൻ കൺസ്ട്രെയിൻസും, എൻറ്റിറ്റി ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്, റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്, കീ കൺസ്ട്രെയിൻസ്. അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂളിനകത്ത് ഇത് പഠിപ്പിച്ചത് കൊണ്ട് വീണ്ടും ഇതൊന്നുകൂടെ എടുക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ആ PDF-നകത്ത് പേജ് നമ്പർ 157 എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കുക. എന്നിട്ട് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ, അതായത് ഓൺലൈൻ ആയിട്ടാ ക്ലാസ് എടുത്തതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഷോർട്ട് നോട്ടോ അല്ലെങ്കിൽ PDF-നകത്തെ നോട്ടോ നോക്കി റെഫർ ചെയ്ത് ഈ ടോപ്പിക് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുക. അത് കഴിഞ്ഞ് വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ അനോമലീസ് ഇൻ എ ഡേറ്റാബേസ് എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഇവിടെ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അനോമലീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റാബേസ്, അതായത് നമ്മുടെ റിലേഷണൽ ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ കുറേയധികം റിലേഷൻസിന്റെ കളക്ഷൻ ആണ് നമുക്കറിയാം. റിലേറ്റഡ് റിലേഷൻസിന്റെ കളക്ഷൻസിനാണ് നമ്മൾ റിലേഷണൽ ഡേറ്റാബേസ് എന്ന് പറയുന്നത്. റിലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടേബിൾസ് ആണ്. റോസും കോളംസും ഒക്കെ ഉള്ള ടേബിൾസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഡേറ്റാബേസിനകത്തോട്ട് നമ്മൾ ഡേറ്റ എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ അതിനെ നോർമലൈസ് ചെയ്തില്ലെങ്കിൽ ആ ഡേറ്റാബേസിനകത്ത് ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡേറ്റ വരാം, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഡേറ്റ വരാം. ആ ഡേറ്റാബേസിന്റെ ഇന്റഗ്രിറ്റി തന്നെ നഷ്ടപ്പെട്ടേക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാരണങ്ങളെയാണ് നമ്മൾ അനോമലീസ് എന്ന് പറയുന്നത്. അതായത് ഡേറ്റാബേസിനകത്ത് ഉണ്ടാകാവുന്ന എറേഴ്സ് നോർമലൈസേഷൻ ചെയ്തില്ലെങ്കിൽ ഡേറ്റാബേസിനകത്ത് ഉണ്ടാകുന്ന എറേഴ്സിനെയാണ് നമ്മൾ അനോമലീസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടും 3 ടൈപ്സ് ആണ് അനോമലീസ് ഉള്ളത്. ഇവിടെ നമ്മൾ ഒരെണ്ണം കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഡേറ്റ റിഡൻഡൻസി എന്നുള്ളത്. അതും കൂടെ കൂട്ടി 4 എണ്ണമാണ് അനോമലീസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ടൈപ്സ് ഓഫ് അനോമലീസ് ടെക്സ്റ്റിനകത്ത് പേജ് നമ്പർ 465 കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നോക്കുക. ഒന്നാമത്തെ അനോമലി, ഡേറ്റ റിഡൻഡൻസി occurs in a relational database when 2 or more rows or columns have the same value or repetitive value leading to unnecessary utilization of the memory. എന്താ പറഞ്ഞിരിക്കുന്ന ഡേറ്റ റിഡൻഡൻസി എന്ന് പറഞ്ഞാല് ഡേറ്റയുടെ ഡ്യൂപ്ലിക്കേഷൻ പറയുന്ന പേരാണ് ഡേറ്റ റിഡൻഡൻസി. അതായത് നമ്മൾ പറഞ്ഞായിരുന്നു റിലേഷണൽ ഡേറ്റാബേസ് എന്ന് പറഞ്ഞാല് റിലേറ്റഡ് ആയിട്ടുള്ള റിലേഷൻസിന്റെ കളക്ഷൻ ആണ്. അതായത് കുറേയധികം റിലേറ്റഡ് ആയിട്ടുള്ള ടേബിൾസിന്റെ കളക്ഷൻ ആണ്. ആ ടേബിളിനകത്ത് റോസും കോളം കൂടെ ചേരുന്നതാണ് ടേബിൾ എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ റിലേഷന്റെ ബേസിൽ വരുമ്പം റോ എന്ന് പറയുന്നത് ടപ്പിളും കോളം എന്ന് പറയുന്നത് ആട്രിബ്യൂട്ടുകളുമാണ്. അപ്പൊ അതേ ഒരേ ടേബിളിനകത്ത് നമ്മൾ ഒന്നിലധികം റോസിനകത്ത് ഒരേ വാല്യൂസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്നിലധികം കോളത്തിനകത്ത് നമ്മൾ ഒരേ വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഡേറ്റയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഡേറ്റ ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡേറ്റ റിഡൻഡൻസി. അതായത് ഒരേ ഡേറ്റ തന്നെ ഒന്നിലധികം ടപ്പിൾസിനകത്തോ ആട്രിബ്യൂട്ടിന്റെ നെയിം ആയിട്ടോ വരികയാണെങ്കിൽ അങ്ങനെയുള്ള കോപ്പികൾക്ക് പറയുന്ന പേരാണ് ഡേറ്റ റിഡൻഡൻസി. ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് അനോമലി എന്ന് പറയുന്നത്. ഇവിടെ താഴെ ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ട്, നോക്കുക. സ്റ്റുഡന്റ് എന്നാണ് ഇവിടെ തന്നിരിക്കുന്ന റിലേഷന്റെ നെയിം. ഇവിടെ വന്നിരിക്കുന്ന ആട്രിബ്യൂട്ടുകൾ അല്ലെങ്കിൽ കോളംസ് ആണ് സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ, കോഴ്സ് ID, സ്റ്റുഡന്റ് നെയിം, അഡ്രസ്, കോഴ്സ് എന്നുള്ളത്. ഇനി ഇവിടെ 5 റോസ് അല്ലെങ്കിൽ 5 ടപ്പിൾസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് 5 സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ വേണ്ടെന്ന് വിചാരിക്കുക. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഡേറ്റ എൻറ്റർ ചെയ്തിരിക്കുന്ന ഫോം ഒന്ന് നോക്കിക്കേ. രജിസ്ട്രേഷൻ ID നോക്കുക കൊടുത്തിരിക്കുന്നത്, കോഴ്സ് ID നോക്കുക, സ്റ്റുഡന്റിന്റെ നെയിം നോക്കുക, അഡ്രസ് നോക്കുക, കോഴ്സ് നോക്കുക. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? രജിസ്ട്രേഷൻ ID തന്നെ ഇവിടെ ഒരെണ്ണം തന്നെ ഒന്നിലധികം വന്നിട്ടുണ്ട്. 205ഉം 230 ഒന്നിലധികം വന്നിട്ടുണ്ട്. ഇനി കോഴ്സ് ID നോക്കുക, കോഴ്സ് ID ഒന്നിലധികം വന്നിട്ടുണ്ട്. നെയിം നോക്കുക, നെയിം ഒന്നിലധികം വന്നിട്ടുണ്ട്. അഡ്രസ് നോക്കുക, അഡ്രസ്സും സെയിം തന്നെ വന്നിട്ടുണ്ട്. കോഴ്സ് പിന്നെ പലർക്ക് തന്നെ ഒരേ കോഴ്സുകൾ വരുന്നുണ്ട്, അത് കുഴപ്പമില്ല. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ റിപ്പീറ്റ് ആയിട്ട് വരണ്ടാത്ത ഫീൽഡുകൾ ഏതൊക്കെയാണ്? ID, ഒരു സ്റ്റുഡന്റിന് ഒരു ID മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. പിന്നെ കോഴ്സ് ID നമുക്ക് ഒന്നിലധികം സ്റ്റുഡന്റിന് ഒരെണ്ണം തന്നെ ആകാം, ഓരോ കോഴ്സിനനുസരിച്ചുള്ള കോഴ്സ് ID ആകാം. പിന്നെ നെയിം എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു നെയിമേ വരാൻ പാടുള്ളൂ. അഡ്രസ് എന്ന് പറയുന്നത് ഒരു അഡ്രസ്, ഒരാളുടെ നെയിമിനോട് അസോസിയേറ്റ് ചെയ്ത് ഒരു അഡ്രസ്സേ വരാൻ വേണ്ടി പാടുള്ളൂ. അപ്പൊ ഇവിടെ സ്റ്റുഡന്റ് നെയിം എന്നും അഡ്രസ് എന്നും
സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ ഐ ഡി എന്ന് പറയുന്ന ആ ഫീൽഡിനകത്തുമാണ് ഇവിടെ റിഡൻഡൻസി വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ടേബിളിനെയാണ് നമ്മൾ റിഡൻഡന്റ് ആയിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത്. ഒരേ ഡേറ്റ തന്നെ ഒന്നിലധികം ടേബിളിനകത്ത് അല്ലെങ്കിൽ ഒന്നിലധികം റോസിനകത്തും കോളംസിനകത്തും വന്നിരിക്കുകയാണ് ഇവിടെ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് അനോമലി എന്ന് പറഞ്ഞാൽ. ഇനി രണ്ടാമത്തെ ടൈപ്പ് അനോമലി ആണ് ഇൻസേർട്ട് അനോമലി, മൂന്നാമത്തത് അപ്ഡേറ്റ് അനോമലി, നാലാമത്തത് ഡിലീറ്റ് അനോമലി. സാധാരണയായിട്ട് ഒരു ഡേറ്റാബേസിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് ഇൻസേർഷനും അപ്ഡേഷനും ഡിലീഷനും. അപ്പം ഡേറ്റാബേസിനകത്തോട്ട് ഡേറ്റ എൻ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ റിട്രീവ് ചെയ്യുകയോ ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ് ഈ മൂന്നെണ്ണം. അപ്പൊ ഈ മൂന്ന് ഓപ്പറേഷൻസിൽ കൂടി മാത്രമേ ഡേറ്റാബേസിനകത്തുള്ള ഡേറ്റ ഇൻകൺസിസ്റ്റന്റ് ആവത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇനി പറയുന്ന മൂന്ന് അനോമലീസും നമ്മുടെ ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തതാണ് insert anomaly. An insert anomaly occurs in the relational database when some attributes or data items are to be inserted into the database without the existence of other attributes. For example, in the student table, if we want to insert a new course ID, we need to wait until the student enrolled in a course. In this way, it is difficult to insert new record in the table. Hence, it is called insertion anomalies. Insertion anomalies എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേഷണൽ ഡേറ്റാബേസിനകത്ത് റിലേഷനകത്തോട്ട് അല്ലെങ്കിൽ ടേബിളിനകത്തോട്ട് പുതിയ ഡേറ്റ എൻ്റർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എറേഴ്സ് ആണ് ഇൻസേർട്ട് അനോമലി എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ റിലേഷണൽ ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ പരസ്പരം ബന്ധമുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ആ ഫീൽഡുകളും പരസ്പരം ബന്ധമുള്ളതായിരിക്കുമല്ലോ. നമ്മൾ ഒരു ബന്ധമില്ലാത്ത, അതായത് റിലേറ്റഡ് അല്ലാത്ത ആട്രിബ്യൂട്ട്സിനെ എൻ്റർ ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഇൻവാലിഡ് ആയിട്ടുള്ള ഡേറ്റനെ എൻ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവിടെ എറേഴ്സ് ഉണ്ടാകാം. അങ്ങനെയുള്ള എറേഴ്സിനെയാണ് നമ്മൾ ഇൻസേർട്ട് അനോമലി എന്ന് പറയുന്നത്. ഇവിടെ തന്നെ നോക്കുക, എക്സാമ്പിൾ ആയിട്ട് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളിനകത്ത് നമുക്ക് പുതിയൊരു കോഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ പുതിയതായിട്ട് ഒരു സ്റ്റുഡന്റിനെ രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമല്ലേ കോഴ്സ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ കോഴ്സ് മാത്രമായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ കോഴ്സ് മാത്രം നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊരു ഇൻസേർട്ട് അനോമലി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ എപ്പോഴും ഡേറ്റാബേസിനകത്തോട്ട് ഡേറ്റ എൻ്റർ ചെയ്യുമ്പോൾ ഓൾറെഡി ഉള്ള ഡേറ്റയുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ തന്നെയായിരിക്കണം പുതിയതായിട്ട് ആഡ് ചെയ്യേണ്ടത്. സ്റ്റുഡന്റിനെ അതുകൊണ്ട് എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പാടില്ല, എംപ്ലോയിയുടെ അതുകൊണ്ട് സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസും എൻ്റർ ചെയ്യാൻ വേണ്ടി പാടില്ല. പരസ്പരം ബന്ധമുള്ള ഡേറ്റയുമായിരിക്കും ആഡ് ചെയ്യേണ്ടത്. കറക്റ്റ് ഫീൽഡ് കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ വേണം എൻ്റർ ചെയ്യാനായിട്ട്. രണ്ടാമത്താണ് അപ്ഡേറ്റ് അനോമലി. അപ്ഡേറ്റ് ഓപ്പറേഷനകത്ത് സംഭവിക്കുന്ന കറക്ഷൻസ് അല്ലെങ്കിൽ എറേഴ്സ് ആണ് അപ്ഡേറ്റ് അനോമലീസ് എന്ന് പറയുന്നത്. അവിടെ നോക്കുക എന്നുള്ള കാര്യം, the anomaly occurs when duplicate data is updated only in one place and not in all instances. Hence, it makes our data or table inconsistent state. For example, suppose there is a student James who belongs to student table. If we want to update the course in the student, we need to update the same in the course table. Otherwise, the data can be inconsistent and it reflects the changes in a table with the updated values where some of them will not. എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്ഡേറ്റ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കറക്ഷൻസ് അല്ലെങ്കിൽ എറേഴ്സ് ആണ് അപ്ഡേറ്റ് അനോമലീസ്. ഇപ്പൊ പരസ്പരം റിലേറ്റഡ് ആയിട്ടുള്ള ടേബിൾസ് ആയതുകൊണ്ട് തന്നെ ഒരു ടേബിളിലെ ഒരു ഫീൽഡ് മറ്റൊരു ടേബിളിലെ മറ്റൊരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നിൽക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് നമ്മൾ പല ടേബിളിനകത്തും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് സപ്പോസ് ഒരു സമയത്ത് നമുക്കൊരു ടേബിളിനകത്ത് ഒരു ഫീൽഡ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഫീൽഡ് മറ്റു ടേബിളുകളിനകത്ത് എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന വാല്യൂ കൊടുത്തിരിക്കണം. അല്ലാതെ ഒരു ടേബിളിനകത്ത് മാത്രമായിട്ട് ഒരു ഫീൽഡ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? പിന്നീട് ഒരു യൂസർ ആക്സസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അയാൾക്ക് ചിലപ്പം അപ്ഡേറ്റ് ചെയ്ത കോപ്പി ആയിരിക്കും കിട്ടുന്നത്, ചിലപ്പം അപ്ഡേറ്റ് ചെയ്യാത്ത കോപ്പി ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ഡേറ്റയുടെ ഇൻകൺസിസ്റ്റൻസി ആണ് സംഭവിക്കുന്നത്. പല യൂസറിനും ഒരേ ഡേറ്റയുടെ തന്നെ പല ഫോമിലുള്ള ഡേറ്റ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഒരു ഫീൽഡ് എവിടെയൊക്കെ ഏതൊക്കെ ടേബിളുകളിൽ വരുന്നുണ്ടോ ആ ടേബിളുകളിലെല്ലാം ആ ഫീൽഡ് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്ന എറർ ആണ് അപ്ഡേറ്റ് അനോമലീസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നാലാമത്തെ അനോമലി ആണ് ഡിലീറ്റ് അനോമലി എന്ന് പറയുന്നത്. An anomaly occurs in a database table when some records are lost or deleted from the database table due to the deletion of other records. For example, if we want to remove Trent Bolt from student table, it also removes his address
codes and other details from the student table. Therefore, we can say that deleting some attributes can remove other attributes of the database table. So we need to avoid these types of anomalies from the tables and maintain the integrity, accuracy of the database table. Therefore, we use the normalization concept in the database management system. ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഡിലീഷൻ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എറേഴ്സിനെയാണ് ഡിലീഷൻ അനോമലീസ് എന്ന് പറയുന്നത്, ഡിലീറ്റ് അനോമലീസ് എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു ഡേറ്റാബേസിനകത്ത് ഒരു പർട്ടിക്കുലർ ഫീൽഡ് മാത്രമാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ ഫീൽഡ് മാത്രമേ നമ്മൾ ഡിലീറ്റ് ചെയ്യാവുള്ളൂ. അല്ലാതെ നമുക്ക് വേണ്ടുന്ന ഒരു ടേബിൾ അല്ലെങ്കിൽ വേണ്ടുന്ന ഒരു ഫീൽഡും കൂടെ നമ്മൾ ഡിലീറ്റ് ആയിട്ട് കളയരുത്. അതാണ് ഡിലീറ്റ് അനോമലി എന്ന് പറയുന്നത്. അതായത് ഒരു ടേബിളിനകത്ത് കുറേയധികം ഫീൽഡ്സ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് കാണാം. നമുക്ക് വേണ്ടാത്ത ആട്രിബ്യൂട്ട് ഏതാണോ ആ ആട്രിബ്യൂട്ടിനെ മാത്രമേ നമ്മൾ ഡിലീറ്റ് ചെയ്യാവുള്ളൂ. നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ആട്രിബ്യൂട്ടുകളെ അത് അഫക്ട് ചെയ്യാനായിട്ട് പാടില്ല. അതാണ് ഡിലീറ്റ് അനോമലീസ് എന്ന് പറയുന്നത്. ഇനി ഈ അനോമലീസ് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഡേറ്റാബേസിനെ ആക്യുറസി കുറയ്ക്കുന്നതും ഇൻകൺസിസ്റ്റന്റ് ആക്കുന്നതും. അപ്പൊ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാൻ വേണ്ടിയുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ നോർമലൈസേഷനും ഫങ്ഷണൽ ഡിപെൻഡൻസി